ഇത് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് സത്യത്തിൽ നമുക്കിതൊരു വേറൊരു കൺസെപ്റ്റിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ടെക്സ്റ്റിൽ ഈ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രോ എ ട്രയാംഗുലർ സൈഡ് 5 cm, 6 cm ആൻഡ് 8 cm. ഡ്രോ എ റൈറ്റ് ട്രയാംഗിൾ ഓവർ സെയിം ഏരിയ വിത്ത് വൺ സൈഡ്. ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ ലൈൻ, ഒരു പാരലൽ ലൈൻ വേറൊരു പാരലൽ ലൈൻ, ഇതിന്റെ രണ്ടിന്റെയും എന്ത് സെയിം ആയിരിക്കും? ഇത് രണ്ടിന്റെയും ലെങ്ത് ഭയങ്കര എന്നും സെയിം ആയിരിക്കും. അതായത് ലെങ്ത് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ദൂരം അത് ഒരിക്കലും മാറില്ല, എന്നും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇനി അടുത്തത് നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ട്രയാംഗിൾ വിത്ത് 5 cm, 6 cm ആൻഡ് 8 cm ആണ്. മൂന്ന് സൈഡ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഡ്രോ എ റൈറ്റ് ട്രയാംഗിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് വൺ സൈഡ് 8 cm ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 8 cm ഉള്ള ലൈൻ വരയ്ക്കുന്നു. 8 cm ഉള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് 8 cm ഉള്ള ഒരു ലൈൻ വരച്ചിട്ട് ബാക്കി നോക്കുക. 8 വരച്ചു, ഇനിയുള്ളത് 5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും. സോ നമ്മളൊരു പെൻസിലിന്റെ കോമ്പസും പെൻസിലിന്റെ സഹായത്തോടു കൂടി ആ സ്കെയില് അളന്ന് 5 സെന്റിമീറ്ററിന്റെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ സ്കെയില്, പെൻസില്, കോമ്പസ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് 6 സെന്റിമീറ്റർ നമ്മൾ അളന്നിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. സോ ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 6 സെന്റിമീറ്ററും ആയിരിക്കും. സോ നമ്മൾ ആ ത്രികോണം വരച്ചായി. ഇനി ഈ ഒരു വശത്തിന് പാരലൽ ആയിക്കൊണ്ട് നമ്മൾ ആ സെറ്റ് സ്ക്വയറിന്റെയും അതുപോലെ തന്നെ സ്കെയിലിന്റെയും ഉപയോഗത്തോടു കൂടി നമുക്കറിയാം, സെറ്റ് സ്ക്വയറിന്റെയും അതുപോലെ തന്നെ സ്കെയിലിന്റെയും ഉപയോഗം നമുക്കറിയാം. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു പാരലൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇനി നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ത്രികോണത്തിന്റെ അതേ ഏരിയയുള്ള വേറൊരു ത്രികോണം കണ്ടുപിടിക്കാനാണ്. അതിന്റെ കൺസെപ്റ്റ് അടുത്തത് വരുന്നത് ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇവിടെ 8 സെന്റിമീറ്റർ ആണ്. 8 സെന്റിമീറ്റർ ആണ് ഇവിടെ ബേസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വേണ്ട റൈറ്റ് ട്രയാംഗിളിന്റെ ബേസ് എത്ര സെന്റിമീറ്റർ ആണ്? 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നോക്കേണ്ടത് ഹൈറ്റ് രണ്ടുപേരുടെയും സെയിം ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു പാരലൽ ലൈൻ വരച്ചിട്ടുണ്ട്, ഇവിടെയും ഒരു പാരലൽ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസിന്റെ ഹൈറ്റ് ഒരിക്കലും മാറില്ല. സോ നമുക്ക് ഇവിടെ എങ്ങനെ വരച്ചാലും, എത്ര ത്രികോണം വരച്ചാലും ഇതിന്റെ ഇടയില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരച്ചാൽ അതിന്റെ ഏരിയയും നമ്മൾ ആദ്യം വരച്ചതിന്റെ ഏരിയയും സെയിം ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരച്ചാൽ നമ്മൾ ആദ്യം വരച്ച ആ ട്രയാംഗിളും ഇപ്പൊ പുതിയ വരച്ച ഈ ട്രയാംഗിളിന്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ എല്ലാ ട്രയാംഗിളിന്റെ ഏരിയ സെയിം ആയിരിക്കും. കാരണം എല്ലാത്തിന്റെയും ബേസ് സെയിം, എല്ലാത്തിന്റെയും ഹൈറ്റ് സെയിം. ഹൈറ്റ് സെയിം ആകാനുള്ള കാരണം ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള ദൂരം ഒരിക്കലും മാറുന്നില്ല. ഇനി ജസ്റ്റ് ഒരു പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ ഇത് ആ പ്രൊട്രാക്ടറിന്റെ 0 അല്ലെങ്കിൽ അതിന്റെ ആ സെന്റർ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ 90യിൽ എന്ത് ചെയ്യുക? ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് 90യിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത് കിട്ടിയത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരച്ചു ചേർക്കുക. ഇപ്പോൾ ഈ ത്രികോണത്തിൽ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയും ആയിരിക്കും. അതുപോലെ ഇത് 8 സെന്റിമീറ്ററും ആണ്. നമുക്ക് വേണ്ട റൈറ്റ് ട്രയാംഗിൾ ഈ കിട്ടിയ ത്രികോണവുമാണ്. സോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞാൽ ആദ്യം 8 സെന്റിമീറ്റർ, പിന്നെ ഞാൻ 5 വരച്ചു, ആർക്ക് വരച്ചിട്ട് അതുപോലെ തന്നെ ഇങ്ങോട്ടൊരു 6 സെന്റിമീറ്ററിന്റെ ആർക്ക് കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ 6 സെന്റിമീറ്ററും വരച്ചു, 5 സെന്റിമീറ്ററും വരച്ചു, ഒരു ത്രികോണം വരച്ചു. സ്കെയിലും അതുപോലെ തന്നെ സെറ്റ് സ്ക്വയറിന്റെ സഹായത്തോടു കൂടി ഒരു പാരലൽ ലൈൻ വരച്ചു. ഈ പാരലൽ ലൈനിൽ നമ്മൾ 90 ഡിഗ്രി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി വരച്ചിട്ട് ഇങ്ങോട്ട് ഒരു വര വരച്ചു. ഇത് 90 ഡിഗ്രി ആയിരിക്കും. എന്നിട്ട് 8 സെന്റിമീറ്ററിന്റെ അതർ എൻഡിലേക്ക് നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ബേസ് 8 സെന്റിമീറ്ററും
90 ഡിഗ്രി ആയിക്കൊണ്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇവ രണ്ടിന്റെ ഏരിയ സെയിം ആയിരിക്കും. കാരണം ബേസ് രണ്ടുപേരുടെ 8 ആണ്, ഹൈറ്റ് എത്രയാണ്? ഇത്രയും സെന്റിമീറ്റർ ആണ്. അത് അളന്നാൽ കിട്ടും. ഹൈറ്റ് ഈ സെന്റിമീറ്റർ ആണ്, ഇത്രയും സെന്റിമീറ്റർ. കാരണം ഇത് ഒരു പാരലൽ, ഇതൊരു പാരലൽ. ഈ ഹൈറ്റ് ഒരിക്കലും മാറില്ല, ഈ ഹൈറ്റ് എന്നും സെയിം ആയിരിക്കും. ഇനി ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത സപ്പാർട്ടായിട്ട് ഒരുപക്ഷെ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുക ഈ ഹൈറ്റ് അളന്നിട്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിരിക്കും. ഹൈറ്റ് അളക്കാൻ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇവിടെ 0 വെച്ചിട്ട് ഇവിടെ എത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന് അളക്കുക. ഇപ്പോൾ ഒരുപക്ഷെ ഇത് 9.4 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഈ ത്രികോണത്തിന്റെ ഏരിയ വരുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 8. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 9.4 സെന്റിമീറ്റർ ആണ്. ഇത് ഇൻറ്റു ചെയ്തിട്ട് വെച്ച് അത്രയും സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് സത്യത്തിൽ നമ്മുടെ ടെക്സ്റ്റിൽ ഇത് കൂടെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷൻ ലെവലായിട്ട് വരുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ പാരലൽ ലൈൻസിന്റെ ഹൈറ്റ് ഒരിക്കലും മാറില്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ഇത് വരച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫിഗർ PQ BC ആർ പാരലൽ. നോക്കിയേ, PQ ഉം BC യും പാരലൽ ലൈൻസ് ആണെന്നാണ് തന്നിരിക്കുന്നത്. AP 2, PB 4, PB 4, AC 9. ഇത് ടോട്ടൽ 9 സെന്റിമീറ്റർ ആണെന്നും തന്നിരിക്കുന്നു. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് AP ഈസ് ടു AB? AP യും AB യും തമ്മിലുള്ള ശ്രദ്ധിക്കണം, AP യും PB യും അല്ല, AP യും AB യും. AP എത്രയാ? 2 ഡിവൈഡഡ് ബൈ AB എത്രയാ? 2 + 4 6. സോ AP ഈസ് ടു AB എന്ന് പറഞ്ഞാൽ AP ബൈ AB ഈസ് ഈക്വൽ ടു AP എന്ന് പറയുന്നത് 2 ഉം AB എന്ന് പറയുന്നത് 6 ഉം ആണ്. 2 ൽ 2 ഒരു പ്രാവശ്യം, 6 ൽ 2 3 പ്രാവശ്യം. സോ 2:6 വെട്ടിക്കുറയ്ക്കുമ്പോൾ 1:3. ഉത്തരം ഏതാണ്? 1:3. ഇനി ഒരു പക്ഷേ അവർക്ക് നമ്മളോട് ചോദിക്കാൻ പറ്റുന്നത് AP ബൈ PB എത്രയെന്നാണ്. AP ബൈ PB എത്ര? 2:4. 2 ൽ 2 ഒരു പ്രാവശ്യം, 4 ൽ 2 2 പ്രാവശ്യം. സോ 2:4 എന്നുള്ളത് എന്താവും? 1:2. ഇനി അടുത്തത് നമ്മളോടുള്ള ചോദ്യം കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AQ എന്നാണ് ചോദ്യം. അത് വളരെ സിമ്പിൾ ആണ്. നോക്കിക്കേ, മൊത്തം 9 സെന്റിമീറ്റർ ആണ്. AQ നോക്കിക്കേ, PQ BC ക്ക് പാരലൽ ആയതുകൊണ്ട് ഇത് 2:4 ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? 2:4 തന്നെയായിരിക്കും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AQ ആണ്. AQ എന്ന് പറയുന്നത് 2 പാർട്ട് ആണ്. AQ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് ഇത് 2 പാർട്ട് ആണ്. എന്തിന്റെ? മൊത്തത്തിലുള്ള പാർട്ട് നമുക്കറിയാം 2:4 മൊത്തം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 1:2 എന്നെടുക്കാം, 2 അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ 2:4 ഏതെടുത്താലും കുറ്റമില്ല. ഇത് 2:4 ആണെങ്കിൽ ഇതും 2:4 ആണ്. 2 ഉം 4 ഉം കൂട്ടുമ്പോൾ 6 ആണ്. മൊത്തം 6. അതിൽ 2 പാർട്ടാണ് എന്ത് വരുന്നത്? AQ. അപ്പോൾ 2/6 ഓഫ് എന്തിന്റെ? 9 സെന്റിമീറ്ററിന്റെ 9 സെന്റിമീറ്ററിനെ 2 പാർട്ടും 4 പാർട്ടും ഇവിടെ ആക്കുന്നു. അതിൽ 2 പാർട്ട് എന്ന് പറയുന്നത് എത്രയാ? 2. അതിവിടെ എഴുതി. എത്രയിലാണ്? മൊത്തം എത്ര പാർട്ടാണ്? 6 പാർട്ടിൽ. അത് നമ്മൾ ഇവിടെ എഴുതി. 2/6 ഇൻറ്റു എന്തിന്റെ? 9ന്റെ. സോ 2 × 9 18. 18/6 എന്ന് പറയുന്നത് എത്രയാ? 3 സെന്റിമീറ്റർ. AQ എത്രയാണെന്ന് കിട്ടി? AQ 2:4 റേഷ്യോ ആണ്. AQ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്റർ. അപ്പോൾ മൊത്തം 9 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 6. 6 3 9. നോക്കിക്കോ, ഇത് വെട്ടിക്കുറയ്ക്കുമ്പോൾ 3/6. 3 ൽ 3 ഒരു പ്രാവശ്യം, 6 ൽ 3 2 പ്രാവശ്യം. അത് ഏതാണ്? 1:2 റേഷ്യോ ആണ്. 2:4 എന്നല്ല കിട്ടിയേ. 2:4 വെട്ടിക്കുറയ്ക്കുമ്പോൾ എത്രയാ? 1:2. സോ 1:2 റേഷ്യോ തന്നെയാണ്. 1:2 അല്ലെങ്കിൽ 2:4. ഇനി അടുത്ത ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 11 സെന്റിമീറ്റർ.
ആദ്യം 11 സെന്റിമീറ്റർ സ്കെയിൽ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് ഡിവൈഡ് ദിസ് ലൈൻ ഇൻ ദ റേഷ്യോ 4:5 എന്നാണ് ചോദ്യം. അപ്പോൾ 5 4 കൂട്ടണം 9 സെന്റിമീറ്റർ. അപ്പോൾ 9 സെന്റിമീറ്റർ നമ്മൾ ഇങ്ങോട്ട് വരച്ചിട്ട് 4 സെന്റിമീറ്ററിൽ അടയാളപ്പെടുത്തുന്നു. ബാക്കി 5 ആയിരിക്കും. മൊത്തം 9 ആണെങ്കിൽ 4 5. എന്നിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. സെറ്റ് സ്ക്വയറും സ്കെയിലിന്റെയും സഹായത്തോടു കൂടി നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഈ 11 സെന്റിമീറ്ററിന് എത്ര റേഷ്യോയിലായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്? 4:5. ഇനി ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് 4 റേഷ്യോയിലുള്ള ഈ ഭാഗത്തിന്റെ ലെങ്ത് എത്രയാണ്, 5 റേഷ്യോയിലുള്ള ഈ ഭാഗത്തിന്റെ ലെങ്ത് എത്രയാണെന്ന് ഒരു പക്ഷേ ചോദിക്കാം. നമുക്കറിയാം ഈ ഭാഗം എന്ന് പറയുന്നത് 4 ആണ്. ഔട്ട് ഓഫ് മൊത്തം 9 എന്തിന്റെ 11 സെന്റിമീറ്ററിന്റെ. സോ ഈ ഭാഗം എന്ന് പറയുന്നത് 44/9 ഉം ഈ ഭാഗം എന്ന് പറയുന്നത് 5 ഔട്ട് ഓഫ് 9 ആണ്. എന്തിന്റെ 5/9 ഔട്ട് ഓഫ് മൊത്തം എത്രയായിരുന്നു? 11 സെന്റിമീറ്ററിന്റെ. 5 × 11 എത്രയാ? 55 ഓഫ് 55 ഡിവൈഡഡ് ബൈ 9. സോ ഈ പാർട്ട് എന്ന് പറയുന്നത് 4 ആണ്. എന്തിന്റെ? മൊത്തം 9ന്റെ. ഏത്? 11 സെന്റിമീറ്ററിന്റെ. സോ 4 11 44 ഡിവൈഡഡ് ബൈ 9. അതുപോലെ തന്നെ ഇത് 5 ഭാഗമാണ്. എന്തിന്റെ? ടോട്ടൽ ഉള്ള 9 ഭാഗത്തിന്റെ ഇൻറ്റു ടോട്ടൽ സെന്റിമീറ്റർ എത്രയാ? 11. സോ 5 11 55 ഡിവൈഡഡ് ബൈ 9. അടുത്ത ചോദ്യം, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 18 സെന്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 4:3. റെക്ടാംഗിൾ വരയ്ക്കേണ്ടത് 18. നമുക്കറിയാം പെരിമീറ്റർ 18 എന്ന് പറയുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്ന 18ന്റെ പകുതി എത്രയാ? 9. ഇത് ടോട്ടൽ 18. അപ്പൊ ഇതും കൂടെ കൂട്ടുന്നത് 9 സെന്റിമീറ്റർ ആണ്. സോ റെക്ടാംഗിൾ 18 സെന്റിമീറ്റർ വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം ഒരു 9 സെന്റിമീറ്റർ ഉള്ള വര വരയ്ക്കണം. റേഷ്യോ നോക്കണം 4:3. അപ്പോ മൊത്തം 7 സെന്റിമീറ്റർ വരച്ചിട്ട് ഇവിടെ 4 ഒരു പോയിന്റ് ഇടണം. അപ്പൊ ഇത് 3 ആയിരിക്കും. മൊത്തം 7 വരച്ചാൽ 4 3 7. ഇങ്ങോട്ട് ഒരു വര. എന്നിട്ട് സ്കെയിലിന്റെയും സെറ്റ് സ്ക്വയറിന്റെയും സഹായത്തോടു കൂടി നമ്മൾ ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു ലൈനിനെ 4:3 റേഷ്യോയിൽ അത് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് കോമ്പസിന്റെ മുന ഇവിടെ കുത്തിക്കൊണ്ട് പെൻസിലിന്റെ അറ്റം ഇവിടെ എടുത്ത് ഈ ലെങ്ത് എടുത്ത് ആ ലെങ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അതേ ലെങ്ത് ഇവിടെ കുത്തിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഒരു 90 ഡിഗ്രി, പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 90 ഡിഗ്രി ഇത് കൂട്ടി യോജിപ്പിക്കുക. ഇവിടെ കിട്ടുന്ന ഈ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? മൊത്തം 18 സെന്റിമീറ്റർ ആയിരിക്കും. മാത്രമല്ല ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത്, രണ്ട് സൈഡ്സും 4:3 ആയിരിക്കും. ഒന്നും കൂടെ പറയാം. ആദ്യം 18 സെന്റിമീറ്റർ ആണ് എന്ത് പറയേണ്ട പെരിമീറ്റർ. അതുകൊണ്ട് 9 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് റേഷ്യോ നോക്കുക 4:3 ആണ്. അതായത് 4:3 എന്ന് പറഞ്ഞാൽ 4 3 7 സെന്റിമീറ്റർ വെച്ചിട്ട് 4 കുത്തിടുക. ഒരു ഇവിടെ കൂട്ടി യോജിപ്പിക്കുക. പാരലൽ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ ഇത് 4:3 ആണെങ്കിൽ ഇതും പാരലൽ ലൈൻസ് ആയതുകൊണ്ട് ഈ ലൈനിനെയും അത് 4:3 സ്പ്ലിറ്റ് ചെയ്യും. 4:3 സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് 4 റേഷ്യോയും ഇത് 3 റേഷ്യോയും ആയിട്ട് ആരെ സ്പ്ലിറ്റ് ചെയ്യുന്നു? 9നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി ഈ ഒരു ലെങ്ത് കോമ്പസിൽ എടുത്തുകൊണ്ട് താഴത്തോട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഈ ലെങ്ത് മാറ്റാതെ ഇവിടെയും കൊണ്ടുവന്ന് അതേ ആർക്ക് വരച്ചിട്ട് 90 ഡിഗ്രി എടുത്ത് കൂട്ടി യോജിപ്പിച്ച് ഇതൊരു റെക്ടാംഗിൾ ആക്കുക. ഇതിന്റെ പെരിമീറ്റർ 18 റേഷ്യോ സൈഡ് 3:4 ആയിരിക്കും. അടുത്ത ചോദ്യം, the diagonals AC and BD of trapezium ABCD divide it into 4 triangles. ഇതിനെ 4 triangles ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABP 12 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ DCP 13 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഒന്നാമത്തെ ചോദ്യം, which triangle in the figure has area equal to the area of triangle ABD? APD ഈ ഒരു ത്രികോണത്തിന് ഈക്വൽ ഏരിയയുള്ള വേറെ ഒരു ത്രികോണം ഏതാണെന്ന്. അത് വളരെ സിമ്പിൾ ആണ്. ഇതൊരു പാരലൽ ലൈൻ, ഇതൊരു പാരലൽ ലൈൻ. അപ്പോൾ ഈ ആംഗിൾ ഏതാണോ അത് തന്നെയായിരിക്കും ഈ ആംഗിൾ.
ഈ ആംഗിൾ ഏതാണോ അത് തന്നെയായിരിക്കും ഈ ആംഗിൾ. ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പം ഇത് 3 ആംഗിൾസ്. അപ്പോൾ ഇത് ഏതാണോ ആംഗിൾ, സോറി അതപ്പോൾ ഇതാട്ടോ ആംഗിൾ. ഈ ആംഗിളിന് തുല്യമായിട്ടുള്ള ആംഗിൾ ഏതായിരിക്കും? ഇത്. ഇതല്ല. സോ ഈ 3 ആംഗിളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബിളി ഇവിടെ നമുക്ക് ഇതും അല്ല എന്തായാലും ഈക്വൽ ഏരിയ ഉള്ളത്. സോ ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള ഏരിയ ഉള്ളത് ഏതാണ്? ട്രയാങ്കിൾ PCB. ട്രയാങ്കിൾ PCBക്കാണ് ആ ഒരു APDയോട് ഈക്വൽ ആയിട്ടുള്ള ഏരിയ ഉള്ളത്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ APD എന്നാണ് ചോദ്യം. APD ട്രയാങ്കിളിന്റെ ഏരിയ എത്ര എന്നാണ് ചോദ്യം. അവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. ട്രയാങ്കിൾ APB, ട്രയാങ്കിൾ APB അതിന്റെ ഏരിയ ഇൻറ്റു APBയുടെ ഏരിയ ഇൻറ്റു ട്രയാങ്കിൾ DPCയുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ DPC. ഏതാണ് DPC? അതായത് APB ഏതാണ്? APB DPC. അതായത് ഇതൊരു ട്രപ്പീസിയം എന്ന് പറയാം. ട്രപ്പീസിയത്തിന്റെ പാരലൽ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഡയഗണൽസ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനോട് തുല്യമായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ DPA. ട്രപ്പീസിയത്തിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ PCB. ഏരിയ ഓഫ് ട്രയാങ്കിൾ PCB. ഒന്നുകൂടെ പറഞ്ഞാൽ ഇതൊരു ട്രപ്പീസിയമാണ്. ട്രപ്പീസിയത്തിന്റെ ഒരു പ്രോപ്പർട്ടി പോലെ അല്ലാതെ എങ്ങനെയെങ്കിലും നമുക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു പാരലൽ സൈഡ്, ഇതൊരു പാരലൽ സൈഡ്. ആ പാരലൽ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രണ്ട് ഡയഗണൽസ് ആണ് ഇത്. അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയുടെ പ്രൊഡക്റ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇത് നോൺ പാരലൽ സൈഡ് ആണ്. ഇത് നോൺ പാരലൽ സൈഡ് ആണ്. അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ത്രികോണങ്ങളാണ് DPAയും അതുപോലെ തന്നെ CPBയും. ആ രണ്ട് ത്രികോണത്തിന്റെയും ഏരിയയുടെ പ്രൊഡക്റ്റിനോട് തുല്യമായിരിക്കും. സോ ഏരിയ ഓഫ് APB എത്രയാണ്? 12 ഇൻറ്റു ഏരിയ ഓഫ് DPC എത്രയാ? 3. 12 ഇൻറ്റു 3 ഈക്വൽ ടു ഏരിയ ഓഫ് DPAയുടെ ഏരിയ നമുക്കറിയില്ല, നമുക്കതിനെ X എന്ന് എടുക്കാം. അതുപോലെ ഏരിയ ഓഫ് PCB അറിയില്ല, അതിന് നമുക്ക് എന്തെന്ന് എടുക്കാം? X. ചുരുക്കം പറഞ്ഞാൽ ഇത് രണ്ടിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. അതിന് നമ്മൾ X എന്ന് എടുക്കും. ഇതിന്റെ അറിയാം. നമ്മൾ ഇതും ഗുണിക്കുന്നത് ഇതും ഗുണിക്കുന്ന ഏരിയയോട് തുല്യമായിരിക്കും. സോ 12 ഇൻറ്റു 3 36. X ഇൻറ്റു X സ്ക്വയർ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് സ്ക്വയർ മാറ്റി അപ്പുറത്ത് എന്ത് വരും? റൂട്ട് 36. X = √36. എത്രയാണത്? X = 6 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിന്റെ ഏരിയ 6 എന്ന് കിട്ടി. ഇതിന്റെ ഏരിയയും 6 തന്നെയായിരിക്കും. സോ ടോട്ടൽ ഏരിയ ആണ് അടുത്ത ചോദ്യം. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 3 12 15. 6 6 12. സോ 6 + 3 9. 12 + 6 15. 15 9 എത്രയായിരിക്കും? 20. ഇവിടെ നോക്കിക്കോ. ഇവിടെ ഇത് 6 + 3 9. ഇത് 12 + 6 ആയിരുന്നു. അപ്പോൾ 18 + 9 എത്രയാണ്? 27 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അല്ലെങ്കിൽ 6 6 12. 3 12 15. 15 12 27 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗറിൽ Pയും Qയും ആണ് മിഡ് പോയിന്റ്സ് ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ABയുടെ മിഡ് പോയിന്റ് ആണ് P, BCയുടെ മിഡ് പോയിന്റ് ആണ് Q, CAയുടെ മിഡ് പോയിന്റ് ആണ് R. PQ 13 സെന്റിമീറ്റർ. അതുപോലെ തന്നെ QR 14, PR 15. നമ്മളോടുള്ള ചോദ്യം വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ABയുടെ ലെങ്ത്. നമുക്കറിയാം ഇത് മിഡ് പോയിന്റ് ആണ്, ഇതും മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റിലൂടെ വരയ്ക്കുന്ന വര തേർഡ് സൈഡിന് പാരലലും ആയിരിക്കും. അതുമല്ല ഇത് 1:1 റേഷ്യോ, ഇതും 1:1 റേഷ്യോ ആണെങ്കിൽ ഇതിന്റെ നേരെ ഇരട്ടി ആയിരിക്കും ഇത്. അതായത് ഇത് 14 ആണെങ്കിൽ ഇത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 28 സെന്റിമീറ്റർ ആയിരിക്കും.
ഇത് 13 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ വര 26 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മിഡ് പോയിന്റ്, ഇതും മിഡ് പോയിന്റ്. മിഡ് പോയിന്റിലൂടെ ഈ വരയ്ക്കുന്ന വര ഈ തേർഡ് സൈഡിന് പാരലലും ആയിരിക്കും, ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത്. അതുപോലെ ഇത് മിഡ് പോയിന്റ്, ഇതും മിഡ് പോയിന്റ്. മിഡ് പോയിന്റിലൂടെ ഈ വരയ്ക്കുന്ന വര ഈ വരയുടെ ഇരട്ടി ആയിരിക്കും ഇത്. അപ്പോൾ ഇത് 15 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 30. സോ നമ്മളോടുള്ള ചോദ്യം വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി എന്നാണ്. എ ബി എത്രയാണ്? 28 സെന്റിമീറ്റർ. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്നാണ് ചോദ്യം. അപ്പോൾ മിഡ് പോയിന്റിൽ കൂടെ വരയ്ക്കുന്ന ഈ വരയുടെ ഇരട്ടി ആയിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇരട്ടി ആയിരിക്കും, ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇത് ഇരട്ടി ആയിരിക്കും. ഇനി എ ബി സിയുടെ പെരിമീറ്റർ ആണ് വെച്ചിരിക്കുന്നത്. കൂട്ടി വെച്ചാൽ മതി. 26 പ്ലസ് 28 പ്ലസ് 30. 26 28 പ്ലസ് 30. 8 6 14, 3 4 2 6 2 8. 84 സെന്റിമീറ്റർ ആയിരിക്കും പെരിമീറ്റർ. ഇഫ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ, പി ക്യു ആർ എന്ന് പറയുന്നതിന്റെ ഏരിയ 84 ആണെങ്കിൽ നമ്മൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഈ മിഡ് പോയിന്റ്സിലൂടെ ജോയിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ ഈ ടോട്ടൽ ട്രയാങ്കിളിന്റെ 1/4 പാർട്ടായിരിക്കും. എത്ര പാർട്ടായിരിക്കും? 1/4, 4/1 ആയിരിക്കും. അതായത് ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയും തുല്യമായിരിക്കും. ഇതിന്റെ ഏരിയ മാത്രം എത്രയാണെന്ന് വന്നിട്ടുണ്ട്? 84. അതുകൊണ്ട് ഈക്വൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4. സോ 84 ആണെങ്കിൽ 84 × 4, അതായത് 8 4 32, 336 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 336 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അടുത്ത ചോദ്യം, in the figure AP and BQ are two medians. AP യും BQ യുമാണ് രണ്ട് മീഡിയൻ. ആരിലേക്കാ? AC യിലേക്കുള്ള മീഡിയൻ ആണ്, B യിൽ നിന്നുള്ള മീഡിയൻ ആണ്. അതായത് മീഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1:1 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മീഡിയൻ. ഏതിനെ? ഈ ലൈനിനെ 1:1 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യും. അതുപോലെ തന്നെ എ യിൽ നിന്നുള്ള മീഡിയൻ ആണ് ഏത്? AP. അതും 1:1 റേഷ്യോയിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ക്യൂവും ഈ പിയും അതിന്റെ മിഡ് പോയിന്റ്സ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മിഡ് പോയിന്റ്സ് ആണെങ്കിൽ ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത് ഉണ്ടാവുന്നത്. ഇത് എത്ര സെന്റിമീറ്റർ ആണോ ഉള്ളത് അതിന്റെ ഇരട്ടി ആയിരിക്കും ഇത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ത്രികോണം ജനറേറ്റഡ് ആവുന്നുണ്ട്. ഈ ത്രികോണത്തിന്റെ അകത്ത് എക്സും വൈയും മീഡിയനാണ്, സോറി മിഡ് പോയിന്റ്സ് ആണ്. കാരണം അവർ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ ഈ AGB എന്ന് പറയുന്ന ത്രികോണത്തിൽ എക്സ് മിഡ് പോയിന്റ് ആണ് ഏതിന്റെ? AGയുടെ. GB-യുടെ മിഡ് പോയിന്റ് ആണ് Y എന്ന് തന്നിട്ടുണ്ട്. അപ്പോ അവിടെ ഈ ത്രികോണം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഈ ഒരു ത്രികോണം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതും മിഡ് പോയിന്റ് ആകുന്നതുകൊണ്ട് ഈ മിഡ് പോയിന്റ്സിലൂടെ വരയ്ക്കുന്ന വര ഈ തേർഡ് ലൈനിൽ പാരലൽ ആയിരിക്കും. ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത്. ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത്, ഇതിന്റെ ഇരട്ടിയുമായിരിക്കും ഇത്. അതായത് ഇത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 8, ഇത് 8 ആണെങ്കിൽ ഇത് അതിന്റെ പകുതി ആയിരിക്കണം 4. സോ XY എന്ന് പറയുന്നതും QP എന്ന് പറയുന്നതും ഒരേ ലെങ്ത് ഉള്ള രണ്ട് ലൈൻസ് ആണ്. 4 സെന്റിമീറ്റർ ആണ് ഇതെങ്കിൽ ഇത് 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 8 വരികയുള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. AG is to GP എത്രയാണെന്നാണ് ചോദ്യം. AG is to GP. നമുക്കറിയാം ഒരു മീഡിയൻ, ഇത് രണ്ടാമത്തെ മീഡിയൻ, ഇത് മൂന്നാമത്തെ മീഡിയൻ. ഇങ്ങനെ മീഡിയൻ കൂടിച്ചേർന്നുണ്ടാകുന്ന ഈ പോയിന്റ്സിനെയാണ് സെൻട്രോയിഡ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം മീഡിയൻസ് എല്ലാം തന്നെ 2:1 റേഷ്യോയിലായിരിക്കും. ഇതൊരു മീഡിയൻ ആണ്. രണ്ട് മീഡിയൻ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനെ 2:1 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ AG അതുപോലെ തന്നെ GP, AG ഡിവൈഡഡ് ബൈ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? GP ആണ് ചോദിച്ചിരിക്കുന്നത്. AG എത്ര റേഷ്യോയിലായിരിക്കും? 2. GP എത്ര റേഷ്യോയിലായിരിക്കും? 1. സോ ദ ആൻസർ ഈസ് 2:1. ഏത് മീഡിയൻ ആയിക്കോട്ടെ അത് സ്പ്ലിറ്റ് ചെയ്യുന്ന റേഷ്യോ 2:1 റേഷ്യോയിലായിരിക്കും. അടുത്തത്
AP 12 സെന്റിമീറ്റർ ആണെങ്കിൽ AGയും GPയും എത്രയാണ് ചോദ്യം. AP 12 നമുക്ക് ഇവിടെ മാറ്റി ഒന്ന് അതിനെ വരയ്ക്കാം. AP ഇത് G, AP ഇത് G. നമുക്ക് റേഷ്യോ കിട്ടി 2:1 റേഷ്യോ. അതായത് അതൊരു മീഡിയൻ ആണ്. മീഡിയൻ രണ്ടെണ്ണം കൂട്ടിമുട്ടുന്ന പോയിന്റ് സെൻട്രോയിഡ് ആണ്. സെൻട്രോയിഡിന്റെ ഈ പോയിന്റ് എത്രയാണ് വരുന്നത്? 2:1 റേഷ്യോ. അപ്പൊ 2:1 റേഷ്യോ വരുമ്പോൾ നമുക്കറിയാം ഇത് ടോട്ടൽ എത്ര സെന്റിമീറ്റർ ആണ്? ടോട്ടൽ 12 സെന്റിമീറ്റർ ആണ്. ടോട്ടൽ 12 സെന്റിമീറ്റർ ആണ്. ആ 12 സെന്റിമീറ്റർ 2:1 റേഷ്യോയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് ചോദിച്ചിരിക്കുക AGയും GPയും എത്ര ആയിരിക്കും? AG എന്ന് പറഞ്ഞാൽ എത്ര പാർട്ട് ആണ്? 2 പാർട്ട്. ഔട്ട് ഓഫ് എത്ര? മൊത്തം ഉള്ളത് 3 പാർട്ട്. 2 ഔട്ട് ഓഫ് 3 എന്തിന്റെ? 12ന്റെ. സോ 3ൽ 3 ഒരു പ്രാവശ്യം, 12ൽ 4 പ്രാവശ്യം. 4 2 എത്രയായിരിക്കും? ഇത് 8. ഇത് 8 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 4. ഇത് 8 എന്ന് കിട്ടി. മൊത്തം 12 ആണ്. ഇത്രയും ഭാഗം 2 ഭാഗം 8 ആണെങ്കിൽ ഒരു ഭാഗം 4 ആയിരിക്കും. സോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഒരു ഭാഗം ഔട്ട് ഓഫ് എത്രയുടെ? 1 + 2 3ന്റെ ഇൻറ്റു 1 ഔട്ട് ഓഫ് 3. ഇതിനെ 3 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. അതിൽ ഒരു ഭാഗമാണ് ഇത് എന്തിന്റെ? 12ന്റെ. 3ൽ 3 ഒരു പ്രാവശ്യം, 12ൽ 4 പ്രാവശ്യം. സോ 4 × 1 4. ഇനി അടുത്തത് AB 18 ആണെങ്കിൽ PQയും XYയും എത്രയാണ്? AB 18 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു Qയും Pയും മിഡ് പോയിന്റ്സ് ആണ്. മിഡ് പോയിന്റ്സിലൂടെ വരയ്ക്കുന്ന ഈ വര ഈ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിളിന്റെ പകുതി ആയിരിക്കും. ഇത് 9 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇതൊരു ത്രികോണമാണ്, ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിൾസിന്റെ മിഡ് പോയിന്റ് ആണ് Xഉം Yയും. ആ ട്രയാങ്കിൾസിന്റെ മിഡ് പോയിന്റ്സ് ആണ് Xഉം Yയും. അപ്പോൾ ആ Xഉം Yയിലൂടെ വരയ്ക്കുന്ന ഈ വര ഇതിന്റെ പകുതി ആയിരിക്കണം. ഇത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 9 സെന്റിമീറ്റർ ആയിരിക്കും. എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 9. അവിടുത്തെ കൺസെപ്റ്റ് എന്താണ്? AB എന്ന് പറയുന്ന ആ തേർഡ് സൈഡിന്റെ പകുതി ആയിരിക്കണം ഇയാളും ഇയാളും. കാരണം ഈ വലിയ ത്രികോണത്തിന്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വരയാണ് ഇത്. ചെറിയ ത്രികോണത്തിന്റെ മിഡ് പോയിന്റ്സിലൂടെ വരയ്ക്കുന്ന വരയാണിത്. നമുക്കറിയാവുന്ന തിയറം, മിഡ് പോയിന്റ്സിലൂടെ വരയ്ക്കുന്ന വര ഇതിനെ 1:1 റേഷ്യോ 1:1 റേഷ്യോ, അതുപോലെ ഇത് 1:1 1:1. മാത്രമല്ല ഈ വര ഇതിന്റെ പകുതിയും ആയിരിക്കണം. അതാണ് അവിടുത്തെ കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ CD is parallel to EF and DC is parallel to DE. ഈ ഫിഗറിൽ CD is parallel to, CD ആർക്ക് പാരലൽ ആണ്? EF ന് പാരലൽ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ആദ്യമേ നമ്മൾ വേറെ ഒരു ഫിഗർ അതിന്റെ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ ഞാൻ ഏത് വരച്ചു? DC. DC എന്തിനു പാരലൽ ആണെന്നാണ് പറയുന്നത്? EF ന്. ഇത് നമ്മുടെ EF. സോ ഞാൻ ഈ ഒരു ത്രികോണം വേറെ ആയിട്ട് വരച്ചിട്ടുണ്ട് ഇവിടെ. ADC EF. ഓക്കെ. ഇങ്ങനെ വരച്ചാലേ ഈ ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ, എളുപ്പമാക്കുള്ളൂ. അതുപോലെ തന്നെ BC എന്ന് പറയുന്നത് ആർക്ക് പാരലലാണ്? EDക്ക് പാരലലാണ്. BC എന്ന് പറയുന്നത് അത് നമുക്ക് വരയ്ക്കാം. BC എന്ന് പറയുന്ന വര ആർക്ക് പാരലലാണ്? BC EDക്ക് പാരലലാണ്. ഇത് D, ഇത് E. പിന്നെ രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് A. സോ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ഫിഗർ വന്നാൽ നമ്മൾ ഈ പാരലൽ ലൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് രണ്ടായിട്ട് വരയ്ക്കണം ആദ്യം. എന്നിട്ടേ അടുത്തതിലേക്ക് നീങ്ങാവുള്ളൂ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് AD 10 എന്നാണ്. AD എത്രയാണ്? AD ടോട്ടൽ 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെയും 10 സെന്റിമീറ്റർ വരയ്ക്കുക, ഇവിടെയും 10 സെന്റിമീറ്റർ വരയ്ക്കുക. AD മൊത്തം 10 ആണ്. AF 4. AF എത്ര സെന്റിമീറ്റർ? 4 സെന്റിമീറ്റർ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കണ്ടോ, ഇങ്ങനെ മാറ്റി വരച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു വേർഷനായി മാറി. രണ്ട് ത്രികോണങ്ങൾ മാറ്റി വരച്ചപ്പോൾ സിംപ്ലിഫൈ ചെയ്ത വേർഷനായി മാറി. ഇനി നമ്മളോടുള്ള ചോദ്യം, AF 4 ആണെങ്കിൽ FD എത്രയാണ്? കണ്ടോ,
ഇവിടെ AD 10 ആണ് തന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ വരച്ചു. AD മൊത്തം 10. അത് AF ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 4. അപ്പൊ 4ന്റെ കൂടെ എത്രയും കൂടെ കൂട്ടിയാലാണ് 10. FD എത്രയാണ് കിട്ടി? 6 സെന്റിമീറ്റർ. FD എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ. ഇനി നമ്മളോടുള്ള ചോദ്യം നോക്കിക്കേ, 4:6 AF ബൈ നോക്കിക്കേ, ഇതും പാരലല്ല, ഇതും പാരലല്ല. പാരലൽ ലൈൻസ് മറ്റുള്ള ലൈൻസിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ AF ബൈ FD എന്ന് പറയുന്നത് എന്നോട് തുല്യമായിരിക്കണം, AE ബൈ EC ക്ക് തുല്യമായിരിക്കണം. AF എത്രയാണ്? 4/6. 4/6 വെട്ടിക്കുറയ്ക്കുമ്പോൾ 4ൽ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 6ൽ 2 എത്ര പ്രാവശ്യം? 3. അപ്പോൾ 4:6 എന്ന് എഴുതാം. അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കുമ്പോൾ 2:3 റേഷ്യോയിലാണ് AF ബൈ FD ഉള്ളത്. അതേ റേഷ്യോയിൽ വേണം AE ബൈ AC വരാൻ. ഏതാണത്? 2:3 റേഷ്യോയിൽ തന്നെയാണ് AE ബൈ EC. കാരണം കണ്ടോ, ഇതുപോലെ ഒരു ഫിഗർ മാറ്റി വരച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലുള്ള ഫിഗറിൽ ഇത് വരയ്ക്കാൻ കിട്ടുകയില്ല, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ മാറ്റി വരച്ചപ്പോൾ വളരെ സിമ്പിളായി. ഇത് 4 ടോട്ടൽ 10 ആണെങ്കിൽ ഇത് 6 സെന്റിമീറ്റർ. ഇത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ 4:6 എന്ന് പറയുന്നത് 2:3. 2:3 ആണെങ്കിൽ ഇതൊരു പാരലൽ ലൈൻ, ഇതൊരു പാരലൽ ലൈൻ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതും ഒരേ റേഷ്യോയിലായിരിക്കും. ആൻസർ വിൽ ബി 2:3. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB എന്നാണ്. AB എന്നുള്ള ഇതിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. നോക്കിയേ, AE ബൈ EC എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ഈ ത്രികോണത്തിനും AE ബൈ EC ഉണ്ട്. അത് ഏത് റേഷ്യോ ആണ്? 2:3 റേഷ്യോ. കാരണം ഈ ത്രികോണത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് AE ബൈ EC 2:3 ആണ്. അതുകൊണ്ട് ഇവിടെയും AE ബൈ EC 2:3. ഇതൊരു പാരലൽ ലൈൻ, ഇതൊരു പാരലൽ ലൈൻ. സോ ഈ പാരലൽ ലൈനും എന്തിനെ? ഈ ലൈനിനെയും ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തുള്ളൂ. അപ്പൊ ഇത് 2:3 ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? 2:3 തന്നെയായിരിക്കും. സോ ഇത് 2:3 ആണെങ്കിൽ ഇതൊരു പാരലൽ ലൈൻ, ഇതൊരു പാരലൽ ലൈൻ. നമുക്കൊരു കൺസെപ്റ്റ് അറിയാം, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ റേഷ്യോ നോക്കി, 2 പാരലൽ ലൈൻസ് ഈ സൈഡുകളെ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യത്തുള്ളൂ? ഈക്വൽ റേഷ്യോയിലെ സ്പ്ലിറ്റ് ചെയ്യത്തുള്ളൂ. 2:3 അത് തന്നെയായിരിക്കും താഴെ വരുന്നത്. 2:3 തന്നെയായിരിക്കും. ഇനി നമ്മളോടുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB എന്നാണ്. AB നോക്കിയ ടോട്ടൽ ലെങ്ത് അറിയില്ല, പക്ഷേ നമുക്ക് AD എത്രയാണെന്ന് അറിയാം, 10. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അത് എത്ര പാർട്ടാ? 2 പാർട്ട്. ടോട്ടൽ പാർട്ട് എത്ര? 3ഉം 2ഉം 5. അപ്പോ 2 ഔട്ട് ഓഫ് 5 എന്തിനെയാണ് ഈ 5 പാർട്ട് ആക്കിയത്? AB എന്ന് പറയുന്ന ആ ലെങ്തിനെയാണ് നമ്മൾ 5 പാർട്ട് ആക്കിയത്. അതിൽ എത്ര പാർട്ടാണ് ഇത്? 2 പാർട്ട്. അപ്പോൾ ABയുടെ ടോട്ടൽ 5 പാർട്ടിൽ 2 പാർട്ട് വരുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ. ഒന്നും കൂടെ പറയാം, AB എന്ന് പറയുന്നതിന്റെ നമ്മൾ എത്ര പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 5 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിൽ 2 പാർട്ടാണ് എത്ര? 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ AB എത്ര വരും? 10 × 5 ഡിവൈഡഡ് ബൈ 2. 10 × 5 എത്രയാ? 50. 50/2 എത്രയാണ്? 25 സെന്റിമീറ്റർ. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇത് മൊത്തവും 2:3 റേഷ്യോയിലാണ് വരുന്നത്. 3ഉം 2ഉം 5. 5ൽ എത്ര പാർട്ടാണ് AD? 2 പാർട്ടാണ്. സോ 2/5 ഓഫ് AB. ABനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ 2 പാർട്ട് എത്ര സെന്റിമീറ്റർ ആണ്? 10. സോ അതിൽ നിന്ന് നമുക്ക് AB is equal to 10 × 5 50 divided by 2. 50 divided by 2 എത്രയായിരിക്കും? 25 സെന്റിമീറ്റർ. സോ മൊത്തം AB എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 25 സെന്റിമീറ്റർ എന്ന് കിട്ടി. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ BDC? ADCയും BDC നോക്കിക്കേ, ADC നമുക്ക് അത് ഈ 2 ത്രികോണത്തിൽ നിന്ന് കിട്ടുക. ADC ഇവിടെ പോകണം. ADCയും അതുപോലെ തന്നെ BDCയും ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈ ഒരു ഫിഗറിലോട്ട് തന്നെ പോകണം. ADC ആൻഡ് BDC നോക്കിയ C എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് വരച്ചിരിക്കുന്ന ഈ ഒരു വര നമുക്ക് AD എത്രയാണ് കിട്ടിയത്? 2. അതുപോലെ തന്നെ DB എത്ര റേഷ്യോയിലാ? ഇത് മൊത്തം 2 റേഷ്യോയിലും ഇത്രയും എത്ര റേഷ്യോയിലാണ്? 3 റേഷ്യോയിലുമാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് മൊത്തം 10 സെന്റിമീറ്ററും ഇത് മൊത്തം 15 സെന്റിമീറ്ററും ആണ് നമുക്ക് കിട്ടിയത്.
25 അല്ലേ ടോട്ടൽ കിട്ടിയത്. അതായത് എ ബി ടോട്ടൽ 25 എ ബി എന്ന് പറയുന്നത് ടോട്ടൽ 25. ആ എ ബിയുടെ 2 റേഷ്യോ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ 2 × 5 അല്ലേ 10. അപ്പൊ 3 × 5 എത്രയായിരിക്കും? 15. അതുകൊണ്ടാണ് 10 + 15 എന്താവുന്നത്? 25 സെന്റിമീറ്റർ ആവുന്നത്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. 2:3 റേഷ്യോയിലാണ് ഏത് ഈ ഒരു ബേസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് 2:3 റേഷ്യോയിലായിരിക്കും. കാരണം 10:15 അല്ലെങ്കിൽ 2:3 ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. AD:DB 2:3 റേഷ്യോ ആണെന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ഇത് 2:3 റേഷ്യോ എന്നാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ടു BDC എന്നാണ് ചോദ്യം. അതായത് ഈ ഒരു വര ഇതിനെ എങ്ങനെയാണോ ഈ ഒരു ബേസിനെ എങ്ങനെയാണോ സ്പ്ലിറ്റ് ചെയ്യുന്നത് ആ റേഷ്യോയിലായിരിക്കും ഏരിയ എന്ത് വരുന്നത്. ഏരിയയുടെ റേഷ്യോ ഏത് തന്നെയായിരിക്കും? 2:3 തന്നെയായിരിക്കും. കാരണം ഈ സി എന്ന് പറയുന്ന അവിടെ നിന്നുള്ള വര ഈ ഡിയിൽ മുട്ടിയപ്പോൾ ഈ വരയിനെ എ ബി എന്ന് പറയുന്ന 25 സെന്റിമീറ്റർ ഉള്ള വരയിനെ 10ഉം 15ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതായത് 2:3 റേഷ്യോയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. അതേ റേഷ്യോയിലായിരിക്കും ഏരിയയും എന്ത് ചെയ്യപ്പെടുന്നത്? സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഏരിയയുടെ റേഷ്യോ എത്ര വരും? 2:3. അടുത്ത ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. The picture shows a triangle and one of its median. ഈ പിക്ചറിൽ ഒരു ട്രയാങ്കിളും കാണാം, അതിന്റെ ഒരു മീഡിയനും കാണാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോഴേ ഓർത്തോ 1:1 റേഷ്യോ. മീഡിയൻ ആണെങ്കിൽ 1:1 റേഷ്യോ. ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 3 സെന്റിമീറ്റർ ആയിരിക്കും. മീഡിയൻ ആയതുകൊണ്ട് 1:1 ആയിരിക്കും. ഇത് 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ? 3 എത്ര സെന്റിമീറ്റർ ആണ്? 6 സെന്റിമീറ്റർ ആണ് ആൻസർ. 6 സെന്റിമീറ്റർ. അടുത്തത് ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ ദ ഹൊറിസോണ്ടൽ ലൈൻസ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഹൊറിസോണ്ടൽ ലൈൻസ് ആർ പാരലൽ. ഈ വരകളെല്ലാം പാരലൽ ആണ്. അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് അപ്പാർട്ട്. നമുക്ക് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നും അറിയില്ല, പക്ഷേ ഈ ദൂരങ്ങളെല്ലാം എന്താണ്? സെയിം ആണ്. The slanted lines cuts some of these at ABC. What is AB is to? നോക്കിയേ, നമുക്കറിയാം ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് അറിയില്ല. ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന റേഷ്യോ എത്രയാ? 1:1:1:1:1. അപ്പോൾ നമുക്കറിയാം ഒരു തിയറം നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. പാരലൽ ലൈൻസ് ഒരു വരയെ എങ്ങനെയാണോ സ്പ്ലിറ്റ് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും വേറെ വരകളെയും സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ഇത് 1:1:1:1:1 റേഷ്യോയിലാണ് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടത്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ എത്ര വന്നു? 2. ഇവിടെ എത്ര വന്നു? 3. സോ നോക്കിയേ, ഈ 2 എണ്ണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ 2. ഈ 3 എണ്ണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ 3. സോ ആൻസർ വിൽ ബി 2:3 റേഷ്യോ. 2:3 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് AB:BC ആണ്. AB 2, BC 3 റേഷ്യോയിൽ. ഓക്കെ, അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. A triangle formed by joining the midpoints of the sides of a triangle is 1/4 the original side. ഇതിനെ ബേസ് ചെയ്തിട്ട് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ഈ ഓണത്തിന് പ്രതീക്ഷിക്കാൻ പറ്റും. നോക്കിക്കേ, A triangle formed by joining the midpoints of another triangle. ഒരു ട്രയാങ്കിൾ വരച്ചു, അതിന്റെ മിഡ് പോയിന്റ് ആണ് ഇത്, വേറൊരു മിഡ് പോയിന്റ് ഇത്, വേറൊരു മിഡ് പോയിന്റ് ഇത്. ഇതിനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ വേറൊരു ട്രയാങ്കിൾ വരച്ചാൽ ഉറപ്പായിട്ടും ഇത് 1/4 ഏരിയ ആയിരിക്കും, ഇത് 1/4 ആയിരിക്കും, ഇത് 1/4 ആയിരിക്കും, ഇത് 1/4. അതായത് ടോട്ടൽ ഏരിയ 100 ആണെങ്കിൽ ഇത് 25 25 25 25 വീതം സ്പ്ലിറ്റ് ചെയ്യും. കാരണം എല്ലാം ഈ all 4 parts are having equal area. നമ്മളോട് അടുത്ത പറയുന്നത് 3 or more parallel lines cut any 2 lines in the same ratio. അതെന്താ പറയുന്നത്? 3 or more parallel lines cut any lines in the same ratio. ഇത് 1:2 റേഷ്യോ ആണെങ്കിൽ ഇതും 1:2 റേഷ്യോ ആയിരിക്കും എന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇതും ശരിയാ, ഇതും ശരിയാ. ഓക്കെ, ഇത് നോക്കിയേ, ഇത് മിഡ് പോയിന്റിന്റെ ആ തിയറം ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു മിഡ് പോയിന്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറമാണ്. അതായത് പാരലൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്
ഏത് വരേലും ഈക്വൽ റേഷ്യോ എന്നുള്ളത് അത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ആണ്. സോ രണ്ടും ശരിയാ, പക്ഷേ ഇതിന്റെ റീസൺ അല്ല ഇത്. സോ നമുക്ക് ഏത് കൊടുക്കാം? ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് നോട്ട് ദ റീസൺ ഫോർ എ. അടുത്ത ചോദ്യം വരുന്നത് in the picture P and Q are the midpoints of the sides AB and AC of the triangle. P യും Q ആണ് midpoints of the sides of triangle AB and AC. AC എന്ന് പറയുന്ന ആ ഒരു സൈഡിന്റെ മിഡ്പോയിന്റ് ആണ് Q, AB യുടെ മിഡ്പോയിന്റ് ആണ് P. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC എന്നാണ് ചോദ്യം. നോക്കിയേ, ഇത് മിഡ്പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ഈ വര തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും, ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത് 1.5 എന്നാണ്. അപ്പൊ ഇത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 3 സെന്റിമീറ്റർ. സോ BC എത്ര ആയിരിക്കും? 3 സെന്റിമീറ്റർ. അടുത്ത കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് PC. നോക്കിയേ, PC യുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. PC നോക്കിയേ, PC നമുക്ക് വേറെ ആയിട്ട് വരയ്ക്കാൻ വേണമെങ്കിൽ ഇവിടെ P, ഇത് C, ഇത് B. എടാ ഇത് 3 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് മിഡ് പോയിന്റ്, P എന്ന് പറയുന്ന മിഡ് പോയിന്റ് മൊത്തം 4 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 2. സോ ഇത് 2, ഇത് 3. നോക്കിയേ, ഇത് 90 ആണ്. 90ന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 2 സ്ക്വയർ എത്രയാണ്? 4. 3 സ്ക്വയർ 9. 4 9 13 ആയിരിക്കും ആൻസർ. ഒന്നുകൂടെ പറയാം, ഇത് 2 മൊത്തം 4 ആണെങ്കിൽ ഇതിന്റെ പകുതി ഇത് 2, ഇത് 3. ഇത് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആയിരിക്കും. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ഉം 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9ഉം ആണ്. റൂട്ട് 13 ആയിരിക്കും. PC റൂട്ട് 13. ഓക്കെ, അടുത്തത് വീണ്ടും ആ ചോദ്യം തന്നെ. ഇത് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ചോദ്യവും. In the figure PQ are the midpoints of the sides of the triangle ABC. Perimeter of triangle ABC is 18. നോക്കിക്കേ, ഇത് മിഡ് പോയിന്റ്. നമുക്കറിയാം ഇത് 4 ആണെങ്കിൽ ഇത് 8 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 6 ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഇത് 3. ഇനി നമ്മളോട് തന്നിരിക്കുന്ന ABC ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 18, ചുറ്റളവ് 18. 8ഉം 6ഉം 14. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 4 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും. നമുക്ക് ഇനി നോക്കാം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB എത്രയായിരിക്കും? 4ന്റെ ഇരട്ടി 8 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് PQ എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ. അത് കുറെ ചെയ്യണം അല്ലേ? എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 6 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും, ഇത് 4 ആണെങ്കിൽ ഇത് 8 ആയിരിക്കും. 6ഉം 8ഉം 14. ടോട്ടൽ പെരിമീറ്റർ 18. സോ 14ന്റെ കൂടെ 4 കൂട്ടിയാൽ 18. 18ന്റെ പകുതി ഈ 4ന്റെ പകുതി 2. സോ ഇത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ 4ന്റെ പകുതി ആയിരിക്കും ഇത് 2 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം ഇതേ റെപ്പിറ്റീഷൻ തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ പോലെ തന്നെയുള്ള റെപ്പിറ്റീഷൻ ആണ്. അപ്പം കുറെ റെപ്പിറ്റീഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇതെല്ലാം നല്ലപോലെ പഠിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇവിടെയും Pയും Qയും മിഡ് പോയിന്റ്സ് ആണ്. നോക്കിയേ, in the picture P and Q are the midpoints of AB and AC. Prove that the length PQ is half of PQ യുടെ പകുതിയാണ് ഇതെന്ന് പ്രൂവ് ചെയ്യാനാണ്. അത് വളരെ സിമ്പിൾ ആണ്. P is midpoint of AC. അതുപോലെ Q is midpoint of ഏതാണ്? AB. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ വന്നാൽ ഇവരുടെ റേഷ്യോ 1:1. അതായത് AP divided by PC is equal to AQ divided by QB is equal to 1:1 റേഷ്യോ ആയിരിക്കും. ഇതും 1:1, ഇതും 1:1 റേഷ്യോയിലായിരിക്കും. 1:1 റേഷ്യോ. അപ്പോൾ ഉറപ്പിക്കാം, നമുക്ക് അറിയാവുന്ന തിയറം വെച്ച്, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അതിന്റെ ഇൻവേഴ്സ് വെച്ചിട്ടൊക്കെ പറയുമ്പോൾ PQ എന്ന് പറയുന്നത് എന്തിന് പാരലലായിരിക്കും? CBക്ക് പാരലലായിരിക്കും. അതായത് ഇതും ഒരേ റേഷ്യോ, ഇതും ഒരേ റേഷ്യോയിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഇതിനോട് പാരലലായിരിക്കാം. അപ്പോൾ ഇത് മിഡ് പോയിന്റ്സിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ഇത് പാരലലുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു തിയറം ഉണ്ട്, ഇതിന്റെ ഇരട്ടിയായിരിക്കും ഇത്. സോ നമുക്ക് പറയാം PQ എന്ന് പറയുന്നത് CBയുടെ പകുതിയായിരിക്കും. PQ എന്ന് പറയുന്നത് CBയുടെ പകുതിയായിരിക്കും. അപ്പം അത് നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ
പ്രൂവ് ദാറ്റ് PA is equal to PB is equal to PC. PA എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് തെളിയിക്കണം? PB ക്ക് ഈക്വൽ ആണെന്ന് തെളിയിക്കണം, PC ക്ക് ഈക്വൽ ആണ്. ഓൾറെഡി നമുക്കറിയാം ഇത് മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ആവുമ്പോൾ ഇതും ഈക്വൽ ആണ്. മിഡ് പോയിന്റ് ആവുമ്പോൾ നമുക്കറിയാം ഇതും ഓൾറെഡി ഈക്വൽ ആണ്. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് ഇതും ഈക്വൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. ഇതും ഈക്വൽ ആണെങ്കിൽ ഉറപ്പിച്ചോ ഈ ഒരു ത്രികോണം ഐസോസെലസ് ത്രികോണമാണ്. എന്ത് ത്രികോണമാണ്? ഐസോസെലസ്. ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെന്റിമീറ്ററേ വരത്തുള്ളൂ. ഇത് എത്ര സെന്റിമീറ്റർ വരത്തുള്ളൂ? 5 സെന്റിമീറ്ററേ വരത്തുള്ളൂ. ഇതും 5 ആയിരിക്കും. കാരണം ഇത് ടോട്ടൽ 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 5 എന്ന് നമുക്ക് എന്തായാലും അറിയാം. കാരണം ഇത് മിഡ് പോയിന്റ് ആണ്. നമുക്ക് തെളിയിക്കേണ്ടത് ഇതും എത്ര തന്നെയാണെന്ന് 5 ആണെന്നാണ് തെളിയിക്കേണ്ടത്. ചുരുക്കം പറഞ്ഞാൽ ഇതും ഈക്വൽ ആണെന്ന് തെളിയിക്കണം. നമുക്ക് ഈ രണ്ട് ത്രികോണവും പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന P, ഇത് Q, ഇത് A, ഇത് B. നമുക്കറിയാം ഇത് 1:1 റേഷ്യോ ആണ്. അത് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Q എന്ന് പറയുന്നത് സെൻട്രൽ അല്ലെങ്കിൽ മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ 1:1 റേഷ്യോ ആണ്. 1:1 റേഷ്യോ ആണെങ്കിൽ നോക്കിക്കേ നമ്മൾ എഴുതേണ്ടത് P extend a median PQ on എങ്ങോട്ടേക്കാ? AB യിലേക്ക് PQ എന്ന് പറയുന്ന ഒരു മീഡിയൻ ആർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു? P എക്സ്റ്റെൻഡ് ചെയ്യുന്നു. that splits line AB in 1:1 ratio at Q. അതായത് ആ AB എന്ന് പറയുന്ന ആ ലൈനിനെ ഈ PQ എന്ന് പറയുന്ന ആ വര 1:1 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 1:1 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ? Qയിൽ. എവിടെയാണ്? Qയിൽ. സോ നമുക്ക് പറയാം ഈ PQ ഒരു മീഡിയൻ ആണെന്ന് പറയാം. എന്താണെന്ന് പറയാം? മീഡിയൻ ആണെന്ന് പറയാം. അതായത് മീഡിയൻ ആണെങ്കിൽ ഇതിന്റെ ഏരിയ എല്ലാം ഈക്വൽ ആയിരിക്കും. മീഡിയൻ ആണെന്ന് പറയാം. അപ്പോൾ ഇത് ഒരു മീഡിയൻ ആണ്. അതുകൊണ്ടാണ് ഇത് 1:1 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി വേറെ രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും എന്താണെന്ന് തെളിയിച്ചാൽ മതി. കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണെന്ന് തെളിയിച്ചാൽ മതി. ഉറപ്പായിട്ട് കോൺഗ്രുവന്റ് ആയിരിക്കും. എങ്ങനെയാണ്? രണ്ട് ഈ ആംഗിളും 90 ഡിഗ്രി. ഈ ആംഗിളും ഞാൻ ഇതിന്റെ സ്റ്റെപ്പ് എഴുതുന്നില്ല. നിങ്ങൾ അത് എഴുതിയെടുത്തിട്ട് ചെയ്തു നോക്കിയാൽ മതി. ഇതും 90 ഡിഗ്രി. അതുപോലെ ഈ സൈഡും ഈക്വൽ. കാരണം 1:1 റേഷ്യോ അല്ലേ? ഈക്വൽ. ഈ സൈഡും കോമൺ സൈഡ്. അപ്പൊ രണ്ട് ത്രികോണം കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ത്രികോണത്തിന് കോമൺ ആയിട്ട് ഇത് ഇതിനോട് ഈക്വൽ, ഇതും ആംഗിൾ രണ്ടും 90 ഡിഗ്രി. സോ SAS സൈഡ് ആംഗിൾ സൈഡ് കോൺഗ്രുവൻസ് ക്രൈറ്റീരിയ. കോൺഗ്രുവൻസ് ക്രൈറ്റീരിയ നമ്മൾ എട്ടി പഠിച്ചാണ്. കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആകും. രണ്ട് ത്രികോണവും ഈക്വൽ ആണ്. ഏത് ക്രൈറ്റീരിയ വെച്ചിട്ട്? SAS കോൺഗ്രുവൻസ് ക്രൈറ്റീരിയ വെച്ചിട്ട് രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ നമുക്ക് ബാക്കിയും ഈക്വൽ ആണെന്ന് പറയാം. അതായത് ഈ ലെങ്തും ഈക്വൽ ആണ്. സോ SAS ക്രൈറ്റീരിയ വെച്ചിട്ട് ഈ ലെങ്തിനോട് ഈക്വൽ ആണ്. ഇത് കോമൺ ആണ്. ഇത് 90 ആണെങ്കിൽ ഇത് 90 ആണ്. സോ ബൈ SAS ക്രൈറ്റീരിയ ബാക്കിയുള്ള എല്ലാ ലൈൻസും ആംഗിൾസും ഈക്വൽ ആണ്. സോ AB ഈക്വൽ ടു PB. AB ഈക്വൽ ടു PB എന്ന് നമുക്ക് ആ SAS ക്രൈറ്റീരിയ വെച്ച് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് തെളിയിക്കുന്നതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഇത് എന്താണ്? മിഡ് പോയിന്റ് ആണെന്ന് അറിയാം. സോ PC is equal to AB. PC is equal to PA is equal to BC. PA is equal to BC. നോക്കുമ്പോൾ ഇതെന്തുകൊണ്ടാണ്? അത് നമ്മളോട് കറക്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് അതിന്റെ മിഡ് പോയിന്റ് ആണ്. സോ അത് ഓക്കെ ഈക്വൽ ആയിരിക്കും. 1:1 റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ടിടത്തും PA കോമൺ ആണ്. ചുരുക്കം പറഞ്ഞാൽ PA is equal to PB equal to PC. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണത്. ഇതും ഒരിക്കലും ഉറപ്പായിട്ട് ഈക്വൽ ആയിരിക്കും. പിന്നെ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. കാരണം ഇത് ഇതിനോട് ഈക്വൽ ആണ്. സോ ബേസ് ആംഗിൾ ആയിട്ടുള്ള ഈ ആംഗിളും ഈക്വൽ വന്നേ മതിയാവുള്ളൂ. അടുത്ത ചോദ്യം, in the picture the medians AD and BE of triangle ABC intersect at G. In the picture medians AD and BE of triangle
ഇത് രണ്ടും മീഡിയനാണ്. ഈ മീഡിയൻ ഇന്റർസെക്ട് ചെയ്യുന്ന ജിയിലാണ്. ഈ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. മീഡിയൻ, ഇത് വേറൊരു മീഡിയൻ, ഇത് വേറൊരു മീഡിയൻ. മീഡിയൻ സ്പ്ലിറ്റ് ചെയ്യുന്ന റേഷ്യോ നമുക്കറിയാം എത്രയാ? ഇത് 2:1 റേഷ്യോ. ഇത് 2, ഇത് 1 റേഷ്യോ. ഇത് 2, ഇത് 1 റേഷ്യോ. എല്ലാം 2:1 റേഷ്യോയിലേ ഉള്ളൂ. ഒരു മീഡിയൻ ഒരു ത്രികോണത്തിനെ 1 2 3 4 5 6 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചാൽ ഒരു ട്രയാങ്കിളിനെ അതിന്റെ 3 മീഡിയൻസ് 1 2 3 4 5 6 ഈക്വൽ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് മതി. ഇതിന്റെ ഏരിയ ഇതിന്റെ ഏരിയ ഇതിന്റെ ഏരിയ ഇതിന്റെ ഏരിയ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഈക്വൽ. ഓക്കെ. മാത്രമല്ല അടുത്ത കൺസെപ്റ്റ് ഈ മീഡിയനെ ബേസ് ചെയ്തിട്ട് വേണ്ടത് മീഡിയൻ ഇത് ഇത് മീഡിയൻ ആണെങ്കിൽ ഇത് 1:1 ഇത് 1:1 ആയിരിക്കും. 1:1 ആണെങ്കിൽ ഇതിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. ഏരിയ ഈക്വൽ ആയിരിക്കും 1:1. അതുപോലെ തന്നെ അടുത്ത കൺസെപ്റ്റ് റേഷ്യോ 1:1 ആണെന്നുള്ള മനസ്സിലായല്ലോ. അടുത്തത് എവിടെയുള്ള റേഷ്യോ? അതായത് ഈ മീഡിയൻ എവിടേക്കാണോ നമ്മൾ വരയ്ക്കുന്ന ആ സൈഡിൽ ഇത് 1:1 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യും. ഇനി അടുത്ത കൺസെപ്റ്റ് ഇത് 2:1 റേഷ്യോ ആയിരിക്കും. എന്നും ഇത് ഈ ഉണ്ടാകുന്ന ഈ പോയിന്റ് നമുക്ക് സെൻട്രോയിഡ് എന്ന് വിളിക്കാം. സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ. ആ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എല്ലാ മീഡിയനും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്. മാത്രമല്ല ഇത് 2:1 റേഷ്യോയും ആയിരിക്കും. 2:1 റേഷ്യോയും ആയിരിക്കും. അടുത്തതായിട്ട് in the picture the medians AD BE intersected. What is the fraction of the length AD? What fraction of the length AD is the length AG? What fraction of the length AD is length AG? AD യുടെ എത്ര ഭാഗമാണ് AG? AD യുടെ എത്ര പാർട്ടാണ് AG? നമുക്കറിയാം ഇതൊരു മീഡിയൻ ആണ്. മീഡിയത്തിന്റെ ഈ പാർട്ട് 2:1 റേഷ്യോ ആയിരിക്കും. ഇത്രയും ഭാഗം 2ഉം ഇത്രയും ഭാഗത്ത് 1 റേഷ്യോ ആയിരിക്കും. സോ AD യുടെ എത്ര ഭാഗമാണ് AG? 2/3 പാർട്ട്. 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ 2 ഭാഗമാണ് ഏതിൽ വരുന്നത്? AG യിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ GD എത്ര ഭാഗമാണ്? 1/3 പാർട്ട്. 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ 1 ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, what fraction of the area of ABD is ABC? ABC എന്ന് പറയുന്നത് ഈ വലിയ ത്രികോണമാണ്. ABC യുടെ എത്ര ഭാഗമാണ് ABD? എവിടെ ABD? ABD നോക്കിക്കേ. ABD ഇതിനെ വേറെ ആയിട്ട് വരയ്ക്കുമ്പോൾ ഇതാണ് A, ഇതാണ് B, ഇതാണ് D, ഇതാണ് D, ഇത് CC. ABD എന്ന് പറയുന്ന ABCയുടെ എത്ര ഭാഗമാണ്? നമുക്കറിയാം ഇതൊരു മീഡിയൻ ആയിട്ട് 1:1 റേഷ്യോയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ഈ ഏരിയ ഈക്വൽ ആയിരിക്കും. മൊത്തം ഏരിയ എത്രയാ? 1+1 2 പാർട്ട് ആണെങ്കിൽ അതിന്റെ എത്ര പാർട്ടാണ് ABD? ABD എന്ന് പറയുന്നത് എത്ര പാർട്ടാ? അതിന്റെ ഒരു പാർട്ട് ഔട്ട് ഓഫ് എത്ര? 2. അതായത് മൊത്തം പാർട്ടിന്റെ പകുതി ആയിരിക്കും ABD. സോ ഹാഫ്. വാട്ട് fraction of area of ABD is area of what fraction of the area of ABD is the area of ABC? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചാൽ, അതായത് ADB എന്ന് പറയുന്നത് അതിന്റെ എത്ര ഇരട്ടിയാണ് ABC എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആൻസർ എത്രയാ? 2. അതായത് ABD ചെറിയ ഏരിയ, അതിന്റെ 2 ഇരട്ടിയാണ് ABCക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD യുടെ എത്ര ഇരട്ടിയാണെന്ന് എഴുതാം? 2 ഇരട്ടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ചുരുക്കം പറഞ്ഞാൽ കൺസെപ്റ്റ് കിട്ടിയല്ലോ. ഈ വലിയ ത്രികോണത്തിന്റെ ഏരിയയുടെ പകുതിയാണ് ഏത്? ABD. അല്ലെങ്കിൽ ABD യുടെ ഇരട്ടിയാണ് ABC. അടുത്തത്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഏരിയ ഓഫ് ABD is the area of ABG? ABG ഏതാ? ABG ഞാൻ പറഞ്ഞിരുന്നു. ABD എവിടെ? ABD എന്ന് പറയുന്നത് ഈ എന്താണ്? ഹോൾ ട്രയാങ്കിളിന്റെ പകുതിയാണ് ABD എന്ന് പറയുന്നത്. ABD എന്ന് പറയുന്നത് ടോട്ടൽ ട്രയാങ്കിളിന്റെ എന്താണ്? ഹാഫ് ആണ്. അതുപോലെ തന്നെ ഏരിയ ഓഫ് ABG എന്ന് പറയുന്നത് ABG
നമുക്കറിയാം എല്ലാ മീഡിയനും ഇതിന് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു? 1, 2, 3, 4, 5, 6 ആറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ എ ബി ഡി എത്ര വരുന്നുണ്ട്? എ ബി ഡി 1, 2, 3 പാർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എ ബി ജി എത്ര വരുന്നുണ്ട്? എ ബി ജി 2 പാർട്ട്. അപ്പൊ ആൻസർ 2/3 ആണ്. അതായത് നമുക്ക് ഇത് മൊത്തം 3 പാർട്ടാണ് ഉള്ളത്. ഏത്? എ ബി ഡി എന്ന് പറയുന്നത് ഈ മീഡിയൻ സി ട്രയാങ്കിളിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ എത്ര പാർട്ടാണ് ഉള്ളത്? 1, 2, 3 പാർട്ടാണ്. അതിൻ്റെ അകത്ത് എ ബി ജി എത്രയാണ് വരുന്നത്? എ ബി ജി അതിനകത്ത് 2 പാർട്ടാണ് വരുന്നത്. സോ 2/3. അടുത്തത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഏരിയ ഓഫ് എ ബി സി ഈസ് ഏരിയ ഓഫ് എ ബി ജി? എ ബി സി മൊത്തത്തിൽ എത്ര പാർട്ടാണ് ഉള്ളത്? 1, 2, 3, 4, 5, 6 പാർട്ടാണ് മൊത്തത്തിൽ. ആ എ ബി സിനെ നമ്മൾ ഈ മീഡിയൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നത് 6 പാർട്ടായിട്ടാണ്. അതിൻ്റെ അകത്ത് എ ബി ജി എത്രയാണ്? എ ബി ജി അത് 2 പാർട്ടാണ്. 2/6 പാർട്ട് 1/3. അതുപോലെ തന്നെ അങ്ങനെ നോക്കുവാണെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഏരിയ ഓഫ് എ ബി ഡി ഈസ് എ ബി സി? എ ബി ഡി എന്ന് പറയുന്നത് നമ്മൾ ഈ മീഡിയനെ ഓരോ മീഡിയനും കൂടെ വെച്ച എ ബി ഡിയിൽ എത്ര പാർട്ടുണ്ട്? 1, 2, 3 പാർട്ട് എ ബി ഡിയിലുണ്ട്. ഈസ് എ ബി സി? എ ബി സിയിൽ മൊത്തം എത്ര പാർട്ടുണ്ട്? 6. ഓക്കെ, 6 പാർട്ടിൽ എത്ര പാർട്ട് മാത്രമാണ് എ ബി ഡി? 3 പാർട്ട്. സോ ഏത് നമ്മൾ വലുത് ഡിവൈഡഡ് ബൈ ചെറുതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 6/3 എത്ര വരും? 2/1. ചെറുത് ഡിവൈഡഡ് ബൈ വലുതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 3/6 1/2. ഇനി അതുപോലെ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ലെങ്ത്? അത് AD അത് നമുക്കറിയാം. അത് പറഞ്ഞു തരുന്നത് 2:1 റേഷ്യോ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ മീഡിയൻ എങ്ങോട്ടേക്കാണോ വരച്ചത് അതിനെ 1:1 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു മീഡിയൻ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് സെൻട്രോയിഡ് അതിന്റെ റേഷ്യോ 2:1 ആയിരിക്കും. 3 മീഡിയൻ ത്രികോണത്തിന് 1, 2, 3, 4, 5, 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും.